ഭൂതേ മഹദ്ഭിര്യ ഇമാ പുരോ വിഭു നിർമായശേതേ യദമൂഷു പൂരുഷ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സോലം കൃഷിഷ്ട ഭഗവാൻ വചാംസി മേ. ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം, ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ഭാഗവതത്തിൽ അലിയാം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം പാതാലയേശം അനിശം ഹൃദി ഭാവയാമി. ശ്രീഗുരുവായൂരപ്പാ ശരണം. ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജയുടെ ഈ തപസ്സിൻ്റെ 986 ദിവസമാണ് ഇന്ന്. ശ്രീമദ് ഭാഗവതം 12 സ്കന്ധം, അതിൽ 12 അധ്യായമാണ് നമ്മളിപ്പോൾ വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ 54 ശ്ലോകം മുതലാണ് ഇന്ന് നമ്മൾ അനുസ്മരിക്കുന്നത്. 54 ശ്ലോകത്തിൽ സൂതൻ പറയുന്നു: യശശ്രിയാമേവ പരിശ്രമപരോ വർണ്ണാശ്രമാചാര തപശ്രുതാദിഷു അവിസ്മൃതി ശ്രീധരപാദപത്മയോർ ഗുണാനുവാദ ശ്രവണാദിഭിർഹരേ. ജ്ഞാനമാർഗത്തെയും കർമ്മമാർഗത്തെയും വിശേഷമാണ്, അതിനേക്കാൾ വിശേഷമായിട്ടുള്ളതാണ് ഭക്തിമാർഗം. ആ ഭക്തിമാർഗത്തിൽ ശ്രദ്ധ വയ്ക്കണം എന്നാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത്. ഇനി 2 ശ്ലോകങ്ങളിൽ കൂടി ഇതേ താല്പര്യത്തെ തന്നെ കാണിക്കുകയാണ്. അപ്പം 53 ശ്ലോകം, ആദ്യത്തെ ശ്ലോകം, ഈ ഭക്തിമാർഗത്തിന് പ്രാധാന്യം കൊടുക്കണം എന്നുള്ള ശ്ലോകം നമ്മൾ ഇന്നലെ അനുസ്മരിച്ചു. ഇന്ന് 54 ശ്ലോകത്തിൽ പറയുന്നു: വർണ്ണാശ്രമാചാര തപശ്രുതാദിഷു. വർണ്ണങ്ങൾ, ആശ്രമങ്ങൾ, ആചാരങ്ങൾ, തപസ്, അതേപോലെ ശ്രുതാദിഷു ശാസ്ത്രാധ്യയനം എന്നിവയിൽ പരഹ പരിശ്രമ പ്രധാനമായ പ്രവൃത്തി യശശ്രിയാം ഏവ യശസ്സിനോട് ചേർന്നിരിക്കുന്ന സമ്പത്തിന് കാരണമാണെങ്കിൽ ഹരേ ഗുണാനുവാദ ശ്രവണാദിഭി ഹരിയുടെ ഗുണകീർത്തന ശ്രവണാദികൾ കൊണ്ട് ശ്രീധരപാദപത്മയോ ആ ശ്രീയുടെ നിധാനമായവൻ്റെ, അതുകൊണ്ടാണ് ശ്രീധരൻ അല്ലെങ്കിൽ ശ്രീയെ ധരിച്ചവൻ, അങ്ങനെയുള്ള ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ അവിസ്മൃതി, ആ വിസ്മൃതിയില്ലായ്മ സാധിക്കുകയാണ് വേണ്ടത് എന്ന് പറയുന്നു. അപ്പോൾ വർണ്ണങ്ങളും ആശ്രമങ്ങളും ആചാരങ്ങളും തപസ്സും ശാസ്ത്രാഭ്യസനവും ഇതിലൊക്കെ ശ്രദ്ധ വയ്ക്കുന്നത് കൊണ്ട് നശ്വരമായ സമ്പത്തും കീർത്തിയും ലഭിക്കും. എന്നാൽ ഭഗവാന്റെ അപദാനങ്ങളെ, ശ്രീഹരിയുടെ ഗുണങ്ങൾ കീർത്തിക്കുക, ശ്രവിക്കുക, ഇതൊക്കെ ചെയ്താൽ, നിരന്തരം പരിശ്രമിച്ചാൽ
സർവൈശ്വര്യങ്ങൾക്ക് അത് കാരണമായിട്ട് തീരും. അതുകൊണ്ടാണ് ഇവിടെ ഭഗവാനെ ശ്രീധരൻ എന്ന് തന്നെ പറഞ്ഞത്. ആ ഭഗവാന്റെ പാദപത്മങ്ങളെ മറക്കാതിരിക്കാൻ സാധിക്കും. ഇതാണ് ഭക്തിയുടെ മഹത്വം. അവിസ്മൃതി കൃഷ്ണപദാരവിന്ദയോ ക്ഷിണോത്യഭദ്രാണി ശമം തനോതി ച സത്വസ്യ ശുദ്ധിം പരമാത്മഭക്തിം ജ്ഞാനം ച വിജ്ഞാനവിരാഗയുക്തം. കൃഷ്ണപദാരവിന്ദയോ, ശ്രീകൃഷ്ണൻ്റെ പാദാരവിന്ദങ്ങൾ, ആ പാദാരവിന്ദങ്ങളുടെ അവിസ്മൃതി, മറവിയില്ലായ്മ, ഇതിനെ മറക്കാതിരിക്കുക. അഭദ്രാണി ക്ഷിണോതി, അഭദ്രങ്ങളെ, പാപങ്ങളെ മുഴുവൻ നശിപ്പിക്കുന്നു. ശമം തനോതി, ശാന്തിയെ നൽകുന്നു. സത്വസ്യ ശുദ്ധി, ആ അന്ധകരണത്തിന് ശുദ്ധി ഉണ്ടാവുന്നു. പരമാത്മഭക്തി, പരമമായ ആ പരമാത്മാവിലുള്ള ഭക്തി അതുണ്ടാവുന്നു. വിജ്ഞാന വിരാഗയുക്തം ജ്ഞാനം ച, വിജ്ഞാനത്തോടും വൈരാഗ്യത്തോടും കൂടിയ ജ്ഞാനവും തനോതി, ജനിപ്പിക്കുന്നു. ഇപ്പോൾ ഭഗവാന്റെ, ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ, ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ പാദാരവിന്ദം അത് നിരന്തരം സ്മരിച്ചു കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള പാതകങ്ങളും ഇല്ലാതെയായി പോണു. സകല പാപങ്ങളും നശിക്കണു. ശാന്തി തുടങ്ങിയ ഗുണങ്ങൾ ഉണ്ടാവുന്നു. അന്ധക്കരണം പരിശുദ്ധമാവുന്നു. പരമാത്മാവിൽ പരമമായ പ്രേമം ഉണ്ടാവുന്നു. അങ്ങനെ അനുഭവപര്യവസായിയായ ജ്ഞാനവും അതിന് കാരണമായിരിക്കുന്ന വിഷയവൈരാഗ്യവും ഭക്തി ഉണരുമ്പോൾ ഇത് രണ്ടും താനെ സ്വാഭാവികമായി വന്നു ചേരും എന്ന് സൂതൻ പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് പറയുകയാണ്, യൂയം ദ്വിജാഗ്ര്യാപദ ഭൂരിഭാഗ യക്ഷശ്വതാത്മന്യഖിലാത്മഭൂതം നാരായണം ദേവമദേവമീശമജസ്രഭാവ ഭജദാ വിവേശ്യ ദ്വിജാഗ്ര്യ യൂയം. ബ്രാഹ്മണരിൽ അഗ്രിമസ്ഥാനത്ത് ശ്രേഷ്ഠന്മാരായിരിക്കുന്ന നിങ്ങൾ, യത്ത് എന്ത് കാരണം കൊണ്ടാണോ, ഭൂരിഭാഗ വലിയ ഭാഗ്യമുള്ളവരായിരിക്കുന്നത് അത് കാരണമായി, തത്ര ആത്മനി ആത്മാവിൽ, അഖിലാത്മഭൂത സർവാത്മാവായിരിക്കുന്ന നാരായണം, ആ സകലത്തിനും കാരണഭൂതനായിരിക്കുന്ന ദേവം, ആ ഉപാസ്യനും, അദേവം അന്യനായ ദേവനോട് കൂടാത്തവനുമായ ഈശം അജസ്രഭാവ ആവിവേശ്യ ഭജത. അനന്യമായ ആ ഭക്തി, ഈശ്വരനിൽ നിരന്തരമായ ഭക്തിയോടുകൂടി ആവിവേശ്യ ഹൃദയത്തിലേക്ക് ഉറപ്പിക്കൂ. ഭജത, ഭജിക്കൂ. അപ്പം നിങ്ങൾ മഹാഭാഗ്യശാലികളാണ് ശൗനകാദി ഋഷീശ്വരന്മാരെ ഇവിടെ പറഞ്ഞു കൊടുക്കുകയാണ് ആരെ, സൂത പൗരാണികൻ. കാരണം എന്താ, സർവചരാചരങ്ങളിലും ആത്മാവായും എല്ലാത്തിലും ആദികാരണഭൂതനായും സർവോപാസ്യനായും തനിക്ക് ഭജനീയനായി ഒരു അന്യദേവൻ ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ആ സർവേശ്വരനിൽ മനസ്സിനെ ദൃഢമായി ഉറപ്പിച്ചിട്ട് നിരന്തരമായ ഭക്തിയോടുകൂടി നിങ്ങളുടെ അന്ധക്കരണത്തിൽ തന്നെ ആ ഭഗവാനെ ഭജിക്കുക. ആ അന്ധക്കരണത്തിൽ തന്നെ ഭഗവാൻ മിന്നിത്തിളങ്ങട്ടെ. ഇപ്പം ജന്മാന്തര സഹസ്രേഷു യോഗധ്യാന സമാധിഭി നരാണാം ക്ഷീണപാപാനാം കൃഷ്ണേ ഭക്തി പ്രജായത്തെ. എത്രയോ എത്രയോ ജന്മാന്തര സഹസ്രേഷു, ആയിരക്കണക്കിന് കൊല്ലം ആ ജന്മങ്ങൾ എടുത്തു കഴിഞ്ഞാൽ യോഗ ധ്യാന സമാധികൾ കൊണ്ട് പാപമില്ലാതെയാവണു. മനുഷ്യജന്മത്തിലുള്ളവർക്ക് മാത്രമേ ഈ ഭക്തിഭാവം ഉണ്ടാവുകയുള്ളൂ എന്നാണ്. അതാണ് സജ്ജനങ്ങൾ പറയണത്. അതുകൊണ്ട് ശ്രീകൃഷ്ണ കഥാശ്രവണ തൽപരന്മാരായിരിക്കുന്ന നിങ്ങൾ മഹാഭാഗ്യവാന്മാരാണ്. നിങ്ങൾക്ക് നിരന്തരം ഭഗവാനെ ഭജിക്കാൻ സാധിക്കുന്നു. അപ്പോൾ ശ്രീകൃഷ്ണനെ തന്നെ നിങ്ങൾ ഇനിയും ഭജിച്ചുകൊണ്ടിരിക്കൂ. അഹം ച സംസ്മാരിതാത്മതത്വം ശ്രുതം പുരാമേ പരമർഷിവക്ത്രാൽ പ്രായോപവേശേ നൃപതേ പരീക്ഷിത സദസൃഷീണാം മഹതാം ച ശൃണ്വതാം.
സൂതപൗരാണികൻ ശൗനകാദി ഋഷീശ്വരന്മാരോട് പറയുകയാണ്, ഇവിടെ എന്താ, പരീക്ഷിത നൃപതേ, പരീക്ഷിത് മഹാരാജാവിൻ്റെ പ്രായോപവേശത്തിൽ എല്ലാം ഉപേക്ഷിക്കുക, ഭക്ഷണാദികളൊക്കെ ഉപേക്ഷിച്ച് മരിക്കുക എന്ന ദൃഢനിശ്ചയത്തോടു കൂടിയിരിക്കുന്ന വ്രതാവസാനം, ഇതിനാണ് പ്രായോപവേശം എന്ന് പറയുന്നത്. ആ സന്ദർഭത്തിൽ സദസി മഹതാം ഋഷീണാം ശൃണ്വതാം, മഹാന്മാരായിരിക്കുന്ന മഹർഷിമാരെ ഒരുപാട് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പരമർഷി വക്താൽ, ഋഷികൾ കേൾക്കണു, പരമർഷിയായിരിക്കുന്ന സാക്ഷാൽ ശ്രീശുബ്രഹ്മർഷി പറയണു. അപ്പോൾ ആ ശ്രീശുബ്രഹ്മർഷി ആ ഭഗവാന്റെ ശ്രീശുകൻ്റെ മുഖാരവിന്ദത്തിൽ നിന്നും പുരാമേ ശ്രുതം ആത്മതത്വം, പണ്ട് എന്നാൽ ശ്രവിക്കപ്പെട്ട ആത്മതത്വത്തെ അഹം ച സംസ്മാരിത, ഞാനും വേണ്ട പോലെ സ്മരിപ്പിക്കപ്പെട്ടു എന്ന് പറയുകയാണ്. അപ്പം ശൗനകാദികൾ ചെയ്ത ചോദ്യം അവർക്ക് അതിൻ്റെ ഉത്തരം കിട്ടുമ്പോൾ സന്തോഷമുണ്ട്. അതേപോലെ ഏറ്റവും വ്യക്തമായ, ഏറ്റവും ആവശ്യമായ ഒരു ചോദ്യം നിങ്ങൾ ചോദിച്ചു, അത് വളരെ നന്നായി എന്ന് പറഞ്ഞ് അഭിനന്ദിക്കുകയാണ്. ഹേ ദ്വിജന്മാരെ, നിങ്ങൾ ചെയ്ത ചോദ്യം എന്നെ കൃതാർത്ഥനാക്കി. കാരണം പണ്ട് പരീക്ഷിത് മഹാരാജാവ് പ്രായോപവേശം ചെയ്ത് ശരീരത്യാഗത്തിനൊരുങ്ങിയപ്പോൾ ആ സദസ്സിലേക്ക് നിരവധി മഹർഷിമാർ വന്നു. അവർ മുഴുവൻ കേട്ടുകൊണ്ടിരിക്കെ ആ ശ്രീശുഖബ്രഹ്മർഷി പരീക്ഷത്തിന് പകർന്നു കൊടുത്തത്, ഉപദേശിച്ചത്, പറഞ്ഞുകൊടുത്തത് ആത്മതത്വാവബോധം ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് നിങ്ങൾ വേണ്ട പോലെ എന്നോട് ഇത്തരങ്ങൾ ചോദ്യം ചോദിച്ചപ്പോൾ എനിക്കും അത് പറയാനായിട്ട് സാധിച്ചു. അപ്പം ശ്രീശുഖമുനി പരീക്ഷത്തിന് ഉപദേശിച്ചതും ആത്മതത്വത്തെ പ്രകാശിപ്പിക്കുന്നതുമായ ഭാഗവത പുരാണത്തെ ആ മഹാത്മാവിൻ്റെ ശ്രീശുഖ മുഖാരവിന്ദത്തിൽ നിന്ന് കേൾക്കാനായിട്ട് സാധിച്ചു. അത് ഇവിടെ ആ മഹാത്മാവിൻ്റെ മുഖാരവിന്ദത്തിൽ നിന്നും ഞാൻ കേട്ടത്, നിങ്ങളുടെ ചോദ്യം കൊണ്ട് ഞാൻ അതിനെ സ്മരിക്കണു. അതുകൊണ്ട് നിങ്ങൾ എനിക്കും വലിയ ഉപകാരം ചെയ്തു എന്ന് പറയുകയാണ്. ഏതദ്വകഥിതം വിപ്രാ കഥനീയോരു കർമ്മണ മാഹാത്മ്യം വാസുദേവസ്യ സർവാശുഭവിനാശനം. വിപ്രന്മാരെ, ബ്രാഹ്മണരെ, കഥനീയോരു കർമ്മണ, കഥിക്കാൻ യോഗ്യങ്ങളായ മഹാകർമ്മങ്ങളോട് കൂടിയ വാസുദേവസ്യ, വാസുദേവൻ്റെ, വസുദേവപുത്രൻ്റെ, ശ്രീകൃഷ്ണൻ്റെ സർവാശുഭവിനാശനം, എല്ലാ അശുഭങ്ങളെയും ഇല്ലാതെയാക്കുന്ന ഏതത് മാഹാത്മ്യം, ഈ മാഹാത്മ്യം കഥിത, നിങ്ങളോട് ഞാനിതാ പറഞ്ഞു കഴിഞ്ഞു എന്ന് സൂചിപ്പിക്കുന്നു. അപ്പം നിങ്ങളുടെ ചോദ്യം കൊണ്ട് നിങ്ങൾക്ക് മാത്രമല്ല ഗുണമുണ്ടായത്, എനിക്കും അത് ഭഗവത് സ്മരണയ്ക്ക് കാരണമായി എന്ന് അവിടെ പറയുന്നു. അങ്ങനെ ഏതദ്വ കഥിതം വിപ്രാ കഥനീയോരു കർമ്മണ മാഹാത്മ്യം വാസുദേവസ്യ സർവാശുഭവിനാശനം. ബ്രാഹ്മണരെ, കഥനീയോരു കർമ്മണ, കഥിക്കാൻ യോഗ്യങ്ങളായ മഹാകർമ്മങ്ങളോടുകൂടിയ വാസുദേവസ്യ, വാസുദേവൻ്റെ, ആ ഭഗവാന്റെ, ശ്രീകൃഷ്ണൻ്റെ സർവാശുഭവിനാശനം, എല്ലാ അശുഭങ്ങളെയും ഇല്ലാതെയാക്കുന്ന ഏതത് മാഹാത്മ്യം കഥിതം, ആ മാഹാത്മ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. യ ഏവം ശ്രാവയേ നിത്യം യാമം ക്ഷണമനന്യധി ശ്രദ്ധാവാൻ യോ നുശൃണുയാൽ പുനാത്യാത്മാനമേവ സാ. ഇങ്ങനെ യ അനന്യധി, ആരാണോ മറ്റൊന്നിൽ ബുദ്ധി ഉറപ്പിക്കാതിരിക്കുന്നത്, അങ്ങനെയുള്ള ആൾക്ക് ശ്രദ്ധാവാൻ, ശ്രദ്ധായുക്തനായിട്ട്, നിത്യം യാമം ക്ഷണം, ദിവസം തോറും ഒരു യാമം അല്ലെങ്കിൽ ഒരു ക്ഷണം, ശ്രാവയേൽ ശ്രവിപ്പിക്കുമോ, ശൃണുയാൽ ആ ശ്രവിക്കുമോ, സ അവൻ ആത്മാനം ഏവ പുനാതി, ആത്മാവിനെ തന്നെ അവൻ ശുദ്ധീകരിക്കുന്നു. ആരാണോ ഈ പുരാണത്തെ ശ്രദ്ധയോടെ, അനുചിന്ത കൂടാതെ, മറ്റ് ചിന്തകളൊന്നും ഇല്ലാതെ, അന്യചിന്തകളില്ലാത്ത ബുദ്ധിവൃത്തിയോടുകൂടി, ശ്രദ്ധാവാൻ വളരെ ശ്രദ്ധയോടുകൂടി,
നിത്യം യാമം ക്ഷണം, ദിവസം തോറും ഒരു യാമം അല്ലെങ്കിൽ ഒരു ക്ഷണകാലം ശ്രവിക്കുന്നുവോ അവർ ആത്മാവിനെ തന്നെ ശുദ്ധീകരിക്കുന്നു. അപ്പോൾ തീർത്ഥസ്നാനാദികൾ കൊണ്ട് ദേഹത്തെ ശുദ്ധമാക്കുന്നത് പോലെയല്ല, അന്ധക്കരണത്തെ തന്നെ രാഗാദിദോഷ നിർമുക്താക്കുകയാണ് ഭഗവാന്റെ കഥകൾ. ഈശ്വര സാക്ഷാത്കാരത്തിന് യോഗ്യമായി തീരുന്നു. യാമക്ഷണം എന്നുള്ളതിന് ഒരു യാമം എന്നും ഒരു ക്ഷണം എന്ന് പറയാറുണ്ട്. യാമക്ഷണം എന്ന് ഒരുമിച്ചും പറയാറുണ്ട്. യാമം ക്ഷണമനന്യധി, യാമക്ഷണമനന്യധി, അങ്ങനെ രണ്ടും പറയാറുണ്ട്. ദ്വാദശ്യാമേകാദശ്യാം വാ ശൃണ്വന്നായുഷ്യവാൻ ഭവേൽ പഠത്യനശ്നൻ പ്രയതസ്തതോ ഭവത്യപാതകീ. ദ്വാദശ്യാം ഏകാദശ്യാം വാ, ദ്വാദശിയോ ഏകാദശിയോ, ശൃണ്വൻ ആയുഷ്യവാൻ ഭവേൽ, കേൾക്കുന്നവൻ ആയുസ്സുള്ളവനായിട്ട് തീരും. പഠത്യനശ്നൻ പ്രയതസ്തതോ ഭവത്യപാതകീ. ഇനി ആ ആഹാരം കഴിക്കുന്നതിന് മുമ്പ് ഭക്തിപൂർവം കീർത്തിക്കുന്നവൻ സർവപാപങ്ങളിൽ നിന്നും നിർമുക്തനാണ്. അപ്പോൾ കേൾക്കാനും കേൾപ്പിക്കാനും സ്വയം പഠിക്കാനും പ്രത്യേകിച്ച് ഏകാദശിയും ദ്വാദശിയും വളരെ വിശേഷമാണ് എന്ന് പറയുന്നു. പിന്നെ പുഷ്കരേ മധുരായാം ച ദ്വാരവത്യാം യഥാത്മവാൻ ഉപോഷ്യ സംഹിതാമേതാം പഠിത്വാ മുച്യത്തെ ഭയാത്. പുഷ്കരം എന്ന പുണ്യതീർത്ഥം, മധുര, അതേപോലെ ദ്വാരക, ഈ സ്ഥലങ്ങളിൽ ആരാണോ അവിടെ ചെന്നിട്ട് ഈ സംഹിത പഠിക്കുന്നത് അവർ സംസാരത്തിൽ നിന്നും മുക്തനായിട്ട് തീരും. എല്ലാ തരത്തിലുള്ള ഭയങ്ങളുമില്ലാതെയാവും, അഭയസ്വരൂപിയായിട്ട് തീരും. അപ്പോൾ ദേശത്തിൻ്റെ വിശേഷം ഫലത്തിന് കാരണമാണ്. സാധാരണ രീതിയിൽ ഒരിടത്ത് ജപിക്കുന്നത് പോലെയല്ല ഇത്തരം പുണ്യക്ഷേത്രങ്ങളിൽ പുണ്യനദികളിൽ മുങ്ങിക്കുളിച്ച് ഇത് ചൊല്ലുന്നതും പറയുന്നതും. മറിച്ച് എങ്ങനെയാണ്, പുണ്യക്ഷേത്രങ്ങളിലെത്തുമ്പോൾ നമ്മുടെ ആ പുണ്യം കൂടുതൽ കൂടുതൽ കരുത്തുള്ളതാവും എന്ന് ഭാഗവതം ഓർമ്മിപ്പിക്കുന്നു. പിന്നെ അടുത്ത ശ്ലോകത്തിൽ പറഞ്ഞു, ദേവതാ മുനയ സിദ്ധ പിതരോ മനവോ നൃപ യച്ഛന്തി കാമാൻ ഗൃണത ശൃണ്വതോ യസ്യ കീർത്തനാൽ. ഗൃണത കീർത്തിക്കുന്നവനും ശൃണ്വത കേൾക്കുന്നവനും കാമാൻ യച്ഛന്തി ആ ആഗ്രഹങ്ങളെ അഭീഷ്ടങ്ങളെ നൽകുന്നു ഇവിടെ. അപ്പം ദേവന്മാര്, മുനികള്, സിദ്ധന്മാര്, പിതൃക്കള്, മനുക്കള്, രാജാക്കന്മാര് ഇവർ അഭീഷ്ടഫലങ്ങൾ നൽകും അല്ലേ. ഏതൊരു ഭാഗവത സംഹിതയാണോ കീർത്തിക്കുക ശ്രവിക്കുക ചെയ്യുന്നവരുടെ നേരെ ദേവതകളും മുനിമാരും സിദ്ധന്മാരും പിതൃക്കളും മനുക്കളും രാജാക്കന്മാരുമൊക്കെ ഒരേപോലെ അഭീഷ്ടഫലങ്ങളെ നൽകും, അനുഗ്രഹവർഷം നൽകും. ഋചോ യജോംഷി സാമാനീതിജോധീത്യാനുവിന്ദത്തെ മധുകുല്യ ഘൃതകുല്യ പയക്കുല്യാശ്ച തദ്ഫലം. ബ്രാഹ്മണര്, അതേപോലെ ആ ബ്രാഹ്മണർ തന്നെ ഋഗ്വേദം, യജുർവേദം, സാമവേദം ഈ മന്ത്രങ്ങളെ അധ്യയനം ചെയ്തിട്ട് മധുകുല്യ ഘൃതകുല്യ പയക്കുല്യ എന്നീ ഫലങ്ങളെ നേടുന്നു. ഭാഗവത പാരായണ ശ്രവണാദി തൽപരന്മാരായിട്ട് തീരും അവര്. പിന്നെയോ തേൻ, നെയ്യ്, പാല്, പയക്കുല്യാശ്ച തദ്ഫലം തുടങ്ങിയ സാധനങ്ങൾ ഒഴുകുന്ന നദികളെയാണ് മധുകുല്യാദി ശബ്ദം കൊണ്ട് പറയുക. ആ വക നദികൾ ഒഴുകുന്ന സ്വർഗത്തെ വേദാധ്യയനം കൊണ്ട് ബ്രാഹ്മണർക്ക് എത്താൻ സാധിക്കും. ആ ഫലം ഭാഗവത തൽപരന്മാർക്കും ലഭിക്കും. അപ്പോൾ ഭാഗവതം വേദസാരമാണ്. അതുകൊണ്ട് തന്നെ ഭാഗവതവും വേദവും വെവ്വേറെയല്ല, ഒന്ന് തന്നെയാണ് എന്ന് ഇതവിടെ സൂതപൗരാണികൻ പറയുന്നു. പുരാണ സംഹിതാമേതാമധീത്യ പ്രയതോ ദ്വിജ പ്രോക്തം ഭഗവതാ യത്തു തത്പദം പരമം വ്രജേൽ. ദ്വിജ ബ്രാഹ്മണൻ പ്രയത വളരെ ഭക്തിയോടുകൂടി ഏതാം പുരാണ സംഹിത ഈ പുരാണ സംഹിതയെ അധീത്യ അധ്യയനം ചെയ്തിട്ട്
ഭഗവതാ പ്രോക്തം, ഭഗവാനാൽ പറയപ്പെട്ടിരിക്കുന്ന പരമം പദം യത്, പരമപദം ഏതൊന്നാണോ തത് വ്രജേൽ, അതിനെ പ്രാപിക്കും, വൈകുണ്ഠലോകം കിട്ടും എന്ന് തന്നെ. അപ്പോൾ പുരാണ സംഹിത ഭക്തിയോടുകൂടി അധ്യയനം ചെയ്യുന്നത് കൊണ്ട് ബ്രാഹ്മണൻ ഭഗവാനാൽ ഉപദേശിക്കപ്പെട്ട പരമ ആ പദത്തിലേക്ക് എത്തിച്ചേരും എന്ന് പറയുന്നു. അങ്ങനെ ആ 64-ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് സമർപ്പിക്കുകയാണ്. നാളെ 65-ാമത്തെ ശ്ലോകം മുതൽ 69 കൂടിയുള്ള ആ 5 ശ്ലോകങ്ങളിലൂടെ നമ്മൾ ഈ ദ്വാദശ സ്കന്ധത്തിലെ 12-ാം അധ്യായം സമർപ്പിക്കും. തുടർന്ന് അടുത്ത ദിവസത്തിൽ 13-ാമത്തെ അധ്യായം, അതുകൂടി കഴിഞ്ഞാൽ നമ്മുടെ ഭാഗവത സപര്യ പൂർത്തിയാവുകയാണ്. 23 ശ്ലോകങ്ങളാണ് 13-ാമത്തെ അധ്യായത്തിൽ ഉള്ളത്. അപ്പോൾ അതൊക്കെ വേണ്ട പോലെ മനസ്സിലാക്കാനും അറിയാനും ആസ്വദിക്കാനും ആ ഭക്തി ഗംഗയിൽ അലിയാനും ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചും കൊണ്ട് ഇന്ന് ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കണു. എല്ലാവരെയും ഭഗവാൻ അനസ്യൂതം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം. ഞങ്ങൾ ആരതിയുണ്ടാവാ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ് ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം, ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി. സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം, പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം. നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും. വൈകല്യങ്ങൾ തീർത്തിയിടുന്നൊരു സുന്ദരമാം ഗീതം, നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം, നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു. കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം.
സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷിക വാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാഃ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.